ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്ന് പുസ്തക പൂജ രണ്ടാമത്തെ ദിവസത്തെ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് 6:45 നമ്മൾ പുസ്തകം പൂജയ്ക്ക് വെച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നലെ നമ്മൾ ഉപയോഗിച്ച പുഷ്പങ്ങളൊക്കെ വാടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി പിന്നീട് വേറെ പൂക്കൾ അറുത്തുകൊണ്ട് വരികയാണ് ചെയ്തത്. അപ്പം അതൊക്കെ വെച്ചിട്ടൊന്ന് അലങ്കരിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം കിണ്ടിയിലെ വെള്ളം മാറ്റി കൊടുത്ത് അതിലൊരു തുളസി കതിരും ഇട്ടിട്ടുണ്ട്. പിന്നെ 5 തിരിയിട്ടാണ് വിളക്ക് വെച്ചത്. ശേഷം സാമ്പ്രാണിയും കർപ്പൂരവും ഒക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഉരുളിയിലേക്ക് കുറച്ച് അവലും ശർക്കരയും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവിക്ക് അതാണ് ഇന്ന് നമ്മൾ രാവിലെ സമർപ്പിച്ചിട്ടുള്ളത്. ശേഷം എനിക്കറിയുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലി നമ്മൾ പൂക്കളും സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെയൊക്കെ പൂജ കഴിഞ്ഞ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചായ റെഡിയാക്കി വെച്ചു. പിന്നീട് മസാലക്കറിക്കുള്ള ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ മസാലക്കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ചപ്പാത്തി കൂടി ചുട്ടെടുക്കുന്നുണ്ട്. ശേഷം ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. വിരിപ്പൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിരിപ്പ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് എത്ര വിരിച്ചാലും നേരാമണ്ണം ഇരിക്കില്ല കേട്ടോ. പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതാ പപ്പടം ഒന്ന് കാച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഉച്ചത്തേക്കുള്ള ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറും സാമ്പാറും വൻപയർ, അച്ചാർ, പപ്പടം ഇതൊക്കെയാണ് കേട്ടോ ഫുഡ്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കണം. അപ്പോൾ ഞാനിതാ ഒരു മിച്ചർ മിഠായി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന് പറഞ്ഞ ഫിലിം കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ വന്നാലും കാണുന്ന ഒരു ഫിലിമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ കുറച്ച് അലക്കിയ തുണി വിരിച്ചിടാനും അതുപോലെ തന്നെ ഉണങ്ങിയത് എടുത്ത് വെക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ സമയം 4 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടൈമൊന്നും പോകുന്നത് അറിയുന്നതേ ഇല്ല. അതല്ലെങ്കിലും ലീവ് കിട്ടിയാൽ എപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ കുറച്ച് കുക്കുംബറും ടൊമാറ്റോയും ക്യാരറ്റൊക്കെ സ്ലൈസ് ചെയ്തത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതാ നമ്മൾ ഒരു അപ്പവും ഇഷ്ടവും കഴിച്ചിട്ടുണ്ട് കേട്ടോ. 5:30 ആയപ്പോൾ ഞാൻ വിളക്കത്ത് വെക്കാനുള്ള പായസം തയ്യാറാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതാ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പായസം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ രാവിലെ വെച്ച പൂക്കളെല്ലാം മാറ്റി പുതിയ പൂക്കളൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കിണ്ടിയിലെ വെള്ളവും മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിയൊക്കെ ഇട്ട് വിളക്കൊക്കെ കൊളുത്തി ശേഷം ഇതാ പായസം വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ കർപ്പൂരമൊക്കെ ഒന്ന് ഒഴിഞ്ഞ ശേഷം നമ്മൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലി പൂക്കളൊക്കെ അർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും പായസമൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചിരുന്ന് ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ ഫുഡും കഴിച്ച് ഞാൻ കടന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.